പ്രതിസന്ധികളും സംഘർഷവും നിറഞ്ഞ സാഹചര്യത്തിലും UAE നൽകുന്ന സുരക്ഷിതത്വത്തിനും കരുതലിനും നന്ദി അറിയിക്കുകയാണ് മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹം. സ്വന്തം പൗരന്മാരോടൊപ്പം പ്രവാസികളെയും ചേർത്ത് നിർത്തിയ UAE ഭരണാധികാരികൾ വലിയൊരു മാതൃകയാണ് ലോകത്തിന് മുന്നിൽ കാട്ടിയത്. സമൂഹ മാധ്യമങ്ങളിൽ റീലുകളായും സന്ദേശങ്ങളായും നിറയുകയാണ് UAE എന്ന രാജ്യത്തോടും ഭരണാധികാരികളോടുമുള്ള പ്രവാസികളുടെ സ്നേഹവും നന്ദിയുമൊക്കെ. ഇറാൻ ഇസ്രായേൽ US യുദ്ധത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളിത്തമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ആക്രമണ ശ്രമങ്ങൾ നേരിട്ടത് UAE ആണ്. എന്നാൽ തികഞ്ഞ സംയമനത്തോടെ രാഷ്ട്രത്തിന്റെയും ഇവിടെ കഴിയുന്നവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ UAEയുടെ ഭരണ നേതൃത്വം ബദ്ധശ്രദ്ധരായിരുന്നു. ഷോപ്പിംഗ് മാളുകളിലും പൊതുസ്ഥലങ്ങളിലും സന്ദർശനം നടത്തി സാധാരണക്കാരുമായി സംവദിച്ച് UAE പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കൾ തങ്ങൾ ഒപ്പമുണ്ട് എന്ന ധൈര്യവും കരുതലും പൊതുജനങ്ങൾക്ക് പകർന്നു നൽകി. സ്വന്തം വീടായി തന്നെ UAEയെ കാണുന്ന മലയാളികൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ ആ സ്നേഹത്തിനും സുരക്ഷിതത്വത്തിനും നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ. റീലുകളായും സന്ദേശങ്ങളായും സമൂഹ മാധ്യമങ്ങളിൽ നൂറുകണക്കിന് നന്ദി പ്രകടനങ്ങളാണ് നിറയുന്നത്. ദുബായിലെ മൽഹാർ എന്ന സാംസ്കാരിക കൂട്ടായ്മ ഈയിടെ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനകം വൈറലായി മാറി. ഇന്ത്യൻ സംഗീത ഉപകരണങ്ങൾ കൊണ്ട് UAE ദേശീയഗാനം വായിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഈ വീഡിയോ UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നന്ദി എന്നെഴുതി സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്തു. UAEയിലെ ഇന്ത്യൻ എംബസിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. UAEയോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമായി വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തണമെന്ന UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആഹ്വാനവും പ്രവാസികൾ അടക്കമുള്ളവർ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. ലോകമെങ്ങു നിന്നുമുള്ളവർക്ക് അഭയവും ഉപജീവന മാർഗവും നൽകുന്ന പൗരന്മാർക്കൊപ്പം പ്രവാസികളെയും ചേർത്ത് നിർത്തിയ പാരമ്പര്യവും ചരിത്രവുമാണ് UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾക്കുള്ളത്. രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഊഷ്മളതയുള്ള ആ കരുതൽ ഇനിയും തുടരുക തന്നെ ചെയ്യും. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്.